ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പാലക് ചീര നമുക്ക് എങ്ങനെ നടാമെന്ന് നോക്കാം. ചീരയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പൊതുവെ ചുവന്ന ചീരയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ചുവന്ന ചീര പോലെ തന്നെ ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് പാലക് ചീര. നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അവർ ഈ പാലക് ചീരയിലാണ്. അപ്പോൾ ഇത് നടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗാർഡൻ സോയിൽ, അതിൽ കുറച്ച് ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റോ ഉപയോഗിക്കാം. അതിനുശേഷം ഈ ചീരയുടെ വിത്തുകൾ നട്ടുകൊടുക്കാവുന്നതാണ്. പാലക് ചീരയുടെ വിത്തുകൾ അറിയാമല്ലോ, ബീട്രൂട്ടിൻ്റെ വിത്തുകൾ പോലെ തന്നെയാണ് പാലക്കിൻ്റെ വിത്തുകളും ഇരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ചീരയ്ക്ക് വരുന്ന അസുഖം പോലെയൊന്നും ഇതിന് വരികയില്ല. നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷവും നടാം, അല്ലാതെയും നമുക്ക് നേരിട്ടും അത് പാകി കൊടുക്കാവുന്നതാണ്. വിറ്റാമിനുകളുടെ കലവറായ ഈ ചീരയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ധാതുക്കൾ, അതുപോലെ പ്രോട്ടീൻ, നാരുകൾ, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അതുപോലെ ഒത്തിരി വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നിർബന്ധമായി കഴിച്ചിരിക്കേണ്ട ഒരു ഇലക്കറി കൂടിയാണ് ഈ പാലക് ചീര. അപ്പോൾ നട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലതുപോലെ മുള വരികയും, ഇത് ഞാൻ നേരത്തെ നട്ടുന്ന ചീരയാണ്, അത് വളർന്ന് വിളവെടുക്കാറായി കഴിഞ്ഞിരിക്കുകയാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ പാലക് ചീര. വിറ്റാമിനുകളായ എ, സി, കെ തുടങ്ങിയവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചീരയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ വിളർച്ച കുറയ്ക്കാൻ ഇത് നല്ലതാണ്. കാൽഷ്യം, വിറ്റാമിൻ കെ, മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയ പാലക് ചീര എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും അടങ്ങിയ പാലക് ചീര പതിവായി കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കും. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് നല്ലതാണ് ഈ പാലക് ചീര. ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും പാലക് ചീര വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകളാണ് ദഹനത്തിന് ഗുണകരമാകുന്നത്. പൊട്ടാസ്യത്തിൻ്റെ മികച്ച സ്രോതസ് കൂടിയാണ് ഈ പാലക് ചീര. ഇത് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനും എല്ലാം ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഈ പാലക് ചീര. ഈ പാലക് ചീരയുടെ ഗ്ലൈസമിക് സൂചിക വളരെ കുറവാണ്. അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണം ചെയ്യും. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഇത് നല്ലതാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് ഒരു ന്യൂട്രീഷൻ്റെ ഉപദേശം തേടിയ ശേഷം മാത്രം ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക ഈ പാലക് ചീര. അപ്പോൾ ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും ഈ പാലക് ചീര ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ അസുഖമോ മറ്റുള്ള ചീരയ്ക്ക് വരുന്നത് പോലുള്ള അസുഖങ്ങളൊന്നും വരികയില്ല. കുറച്ച് വെള്ളം കൂടി പോകാതിരുന്നാൽ മാത്രം മതി. വെള്ളം കൂടി പോയാൽ ഇത് അഴുകി പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ വേരുകൾ. അപ്പോൾ ഇതുപോലെ നമുക്കിത് ഇതിൻ്റെ ഇലകൾ നുള്ളിയെടുത്തതിന് ശേഷം നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഈ കടല, അതായത് ഈ സാമ്പാർ പരിപ്പൊക്കെ ഉപയോഗിച്ചാണ് ഇത് നല്ല രുചികരമായ വിഭവങ്ങൾ, ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ഒരു വിഭവം ഉണ്ടാക്കാൻ ഇത് കഴിയും. ഇതിൻ്റെ ഇലകൾ നുള്ളിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണിര കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ വീണ്ടും ചേർത്ത് കൊടുത്താൽ വീണ്ടും ഇലകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒത്തിരി കാലം നമുക്ക് ഈ പാലക് ചീര ഉപയോഗിക്കാവുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പോയി നിന്നവർക്കറിയാം ഇത് പാലക് ചീര ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ പാലക് ചീര. നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കറി ഇല്ലാത്ത ഹോട്ടലുകൾ തന്നെ കാണില്ല എന്ന് പറയാം. ഇത് തോരനായിട്ട് നമ്മൾ മറ്റേ ചീര തോരൻ പോലെയൊക്കെ ഉണ്ടാക്കാവുന്ന ഒന്നുകൂടിയാണ് ഈ പാലക് ചീര. അപ്പോൾ നല്ല രീതിയിൽ ഇതുണ്ടാക്കാം. ഇതിൻ്റെ വിത്തുകൾ കിട്ടുന്നവർ ദയവ് ചെയ്ത് ഇത് വളർത്താൻ ശ്രമിക്കുക. ഇതുപോലെ ഇലകൾ നുള്ളിയെടുത്ത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ദാലിൻ്റെ കൂടെ, അതായത് കടല, സാമ്പാർ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റി ഫുഡ് തന്നെയാണ് ഈ പാലക് ചീര.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നതുവരെ നന്ദി, നമസ്കാരം.